വിശ്വാസികളുടെ വിശ്വാസം ആര് സംരക്ഷിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇന്നിപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ UDF വിശ്വാസ സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുകയാണ്. പന്തളത്ത് നടന്ന സമാപനത്തിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തമുണ്ടായി. എല്ലാ UDF നേതാക്കളും അണിനിരന്നു. BJP ആകട്ടെ മറ്റൊരു ഭാഗത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം അവരുടെ പോഷക സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോഴും സർക്കാർ അനിശ്ചിതത്വത്തിലാണ്. കൂടുതൽ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ഭാഗത്തും ദേവസ്വം ബോർഡ് മെമ്പർമാരുമായി ബന്ധപ്പെട്ടും മൊഴി ഉണ്ടാകുന്നു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും കേരളം ചർച്ച ചെയ്യുന്നു ശബരിമലയിലെ വലിയ സ്വർണ്ണ കവർച്ച. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. UDFിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ശബരിമല കൊള്ളയിൽ ആഞ്ഞടിച്ച നേതാക്കൾ. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരുടെ സംഘമെന്ന് VD സതീശൻ. നമുക്കറിയാം കള്ളന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. കള്ളന്മാര് നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കാക്കാൻ പോയതാ. അയ്യപ്പൻ ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിറ്റേനെ. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാർ അടിച്ചുകൊണ്ടുപോയത്. അയ്യപ്പൻ അറിയാം അത് സംഭവിക്കുമെന്ന്. അയ്യപ്പൻ ആക്ട് ചെയ്തുകൊണ്ടാണ്. പുനഃസംഘടനയിൽ ഇടഞ്ഞ മുരളിയെ അണിനയിപ്പിച്ച നേതാക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. മൊഴിയിൽ പറഞ്ഞ 5 അംഗ സംഘത്തെ കണ്ടെത്താൻ നീക്കം. പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് PS പ്രശാന്ത്. സാമ്പത്തിക ദുർവ്യയത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. KPC പുനഃസംഘടനയിൽ എതിർപ്പ് തുറന്നടിച്ച ഓർത്തഡോക്സ് സഭ. അബിൻ വർക്കിയും ചാണ്ടിയുമനും പിന്തുണ. ആർക്കും അടിക്കാവുന്ന ചെണ്ടയല്ല ഓർത്തഡോക്സ് സഭാ അംഗങ്ങളെന്ന് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത. എനിക്ക് ഓർപ്പിക്കാനുള്ളത്രേ ഉള്ളൂ, മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനും ഒക്കെ ഞങ്ങളുടെ യുവതയാണ്. പുകഞ്ഞ് കോൺഗ്രസ്. അതൃപ്തി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടും. ബീഹാറിൽ സീറ്റ് വിഭജന പ്രഖ്യാപനം നടത്താനാവാതെ മഹാസഖ്യമുലയുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാൻ JMM. സഖ്യത്തിൽ സീറ്റ് ധാരണയെന്ന് RJDയും കോൺഗ്രസും. കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിട്ടും തീരാതെ ഹിജാബ് വിവാദം. വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച് ലീഗ്. നിയമം പറഞ്ഞ് ഹിജാബ് തടയാനാകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം മറുപടി അർഹിക്കാത്തതെന്ന് V ശിവൻകുട്ടി. വർഗീയ പ്രചാരണത്തിൽ PTA പ്രസിഡന്റിനെതിരെ പോലീസിൽ പരാതി. തുലാവർഷത്തിൽ കുതിർന്ന് കേരളം. മിന്നൽ പ്രളയത്തിൽ വെള്ളത്തിലായി ഇടുക്കി. കോഴിക്കോട്ടും മലപ്പുറത്തും കനത്ത മഴ. നിരവധിയിടങ്ങളിൽ വെള്ളം കയറി. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവുണ്ടായേക്കില്ല. കേരളത്തിലേക്കുള്ള അർജന്റീന ടീമിന്റെ വരവിൽ സ്ഥിരീകരണമില്ല. മൊറോക്കോയുമായുള്ള മത്സരത്തിന് AFA ചർച്ച നടത്തി. ടിക്കറ്റ് വിൽപ്പന സ്പോൺസർ തുടങ്ങാത്തതും മെസ്സി വരാൻ സാധ്യതയില്ലാത്തതിനാൽ എന്ന് സൂചന. സൈദ കൊലക്കേസിൽ നെന്മാറയിലെ കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 3 ലക്ഷം പിഴയും. വിധി കേട്ട് കൂസലില്ലാതെ ചെന്താമര. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്തു വിടരുത്. വിധിയിൽ തൃപ്തരെന്ന് സജിതയുടെ മക്കൾ.
വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അങ്കച്ചൂടിൽ ബീഹാർ. ബീഹാറിൽ RJDയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന മഹാഗഡ്ബന്ധനുമായി സീറ്റ് ധാരണയിലെത്താത്തതിനെ തുടർന്ന് JMM തനിച്ച് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പാർട്ടിക്ക് സ്വാധീനമുള്ള 6 സീറ്റുകളിലാണ് മത്സരിക്കുക. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും മഹാസഖ്യത്തിൽ സീറ്റ് ധാരണയെന്ന് RJD കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടു. 9 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമെന്ന വാർത്ത ഇരു പാർട്ടികളും തള്ളി. പുതിയ മുഖംമൂടി ധരിച്ച ജംഗിൾ രാജാണ് RJD ലക്ഷ്യമെന്ന പ്രചാരണം കടുപ്പിക്കുകയാണ്. ഇതിനിടയ്ക്ക് NDA സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു. പ്രചരണവും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ പൂർത്തിയായ പശ്ചാത്തലം കൂടിയുണ്ട്. കിരൺ ബാബു ഉണ്ട്. കിരണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ് മഹാസഖ്യമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഏതെങ്കിലും തരത്തിലുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞു. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. പക്ഷേ ഒരു ഭാഗത്ത് NDA ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് NDAയുടെ പ്രചരണം നടക്കുന്നത്. പ്രധാനമായും പുതിയ മുഖംമൂടി അണിഞ്ഞ ജംഗിൾ രാജിനു വേണ്ടിയാണ്. പണ്ട് ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്ത് ജംഗിൾ രാജായിരുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. അതിപ്പോൾ മുഖംമൂടി അണിഞ്ഞ് തേജസ്വി യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വരികയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്തരം ഒരു ജംഗിൾ രാജ് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഇവരെ ഭരണത്തിൽ നിന്ന് പുറത്തു കളയണം എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. അത്തരം ഒരു പ്രചരണവുമായി BJP ഒരു ഭാഗത്തും, BJPയും അതോടൊപ്പം തന്നെ JDUയും അടങ്ങുന്ന സഖ്യം, അതോടൊപ്പം തന്നെ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ചിരാഗ് പാസ്വാൻ നയിക്കുന്ന LJP അടക്കമുള്ള പാർട്ടികൾ ഒരു ഭാഗത്ത് ശക്തമായ പ്രചരണവുമായി മുന്നേറുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ RJD നയിക്കുന്ന മുന്നണി മഹാഗഡ്ബന്ധൻ ഇപ്പോഴും സീറ്റ് വിഭജനത്തിൽ അന്തിമ ധാരണയിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കോൺഗ്രസിൻ്റെയും RJDയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഞങ്ങൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞു, പ്രഖ്യാപനം ഉടൻ ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ പ്രഖ്യാപനം ഉടൻ ഉണ്ടായിട്ടില്ല. ഇടതു പാർട്ടികളുടെ സീറ്റുകളിൽ മാത്രമാണ് പൂർണ്ണമായും അന്തിമ ധാരണയുണ്ടായിട്ടുള്ളതും സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും. കഴിഞ്ഞ തവണ ജയിച്ച CPI-ML 20 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജയിച്ച 12 സീറ്റുകളിലും സിറ്റിംഗ് MLA-മാരെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഇടതു പാർട്ടികൾ സ്ഥാനാർത്ഥികളുമായി മത്സരരംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ RJDയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികളുടെ വിഷയത്തിലാണ് ഇപ്പോഴും തർക്കമുള്ളത്. മുന്നണിക്ക് പുറത്തു നിന്ന് മുന്നണിയുമായി സൗഹൃദം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മുന്നണിയുമായി ധാരണയിൽ പോകാം എന്ന് JMM ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. കാരണം ഛത്തീസ്ഗഡിൽ JMMന് ബീഹാറിൽ അങ്ങനെ ഒരു സീറ്റ് RJDക്ക് നൽകണം, ഞങ്ങളുടെ സംസ്ഥാനത്ത് അത്തരത്തിൽ സീറ്റ് ഞങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ മറിച്ച് സീറ്റ് നൽകണം എന്നുള്ള ആവശ്യം, ജാർഖണ്ഡിൽ സീറ്റ് നൽകിയ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സീറ്റ് ധാരണയിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് അറിയുന്നത്. ഇന്ന് വൈകിട്ട് JMMന്റെ നേതാക്കൾ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ 6 സീറ്റുകളിൽ, ആ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള 6 സീറ്റുകളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ലെങ്കിലും മഹാഗഡ്ബന്ധന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ RJD വോട്ട് ബാങ്കിൽ പിളർത്താനൊക്കെ ആ പാർട്ടിക്ക് കഴിയും. അതുകൊണ്ട് വീണ്ടും ചർച്ചകൾ തുടരാനുള്ള സാധ്യത എപ്പോഴും തുടരുകയാണ്. എന്തായാലും മഹാഗഡ്ബന്ധന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും എന്നാണ് കോൺഗ്രസിൻ്റെയും RJDയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറയുന്നത്. അപ്പോഴും ഏത് സീറ്റുകളിലൊക്കെയാണ് RJD മത്സരിക്കുന്നത്, ഏത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്, ഏതെല്ലാം സീറ്റുകളിലാണ് മറ്റു പാർട്ടികൾ മത്സരിക്കുന്നത് എന്നതിൽ ഇപ്പോഴും ധാരണയായിട്ടില്ല. അതോടൊപ്പം തന്നെ പശുപതികുമാർ പരസിൻ്റെ RLJPയും മഹാഗഡ്ബന്ധനുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയും ഇപ്പോഴും വിജയിച്ചിട്ടില്ല. ഈ പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിട്ടിരിക്കുന്നത്. ഇതിനിടെ കൗതുകകരമായ മറ്റൊരു പ്രവചനം കൂടി വന്നു. കഴിഞ്ഞ ദിവസം ജൻ സുരാജ് പാർട്ടിയുടെ നേതാവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും കൂടിയായ പ്രശാന്ത് കിഷോർ അവിടെ NDA അമ്പെ പരാജയപ്പെടുമെന്നും തൻ്റെ പാർട്ടിക്ക്, ജൻ സുരാജ് പാർട്ടിക്ക് ഒന്നുകിൽ 10-ൽ താഴെ സീറ്റുകൾ അല്ലെങ്കിൽ 150-ന് മേൽ സീറ്റുകൾ ലഭിക്കുമെന്നും ഒക്കെ അവകാശപ്പെട്ടിരുന്നു. അപ്പോഴും മഹാഗഡ്ബന്ധന് എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറയാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് അദ്ദേഹം ഇത് വലിയ വാർത്ത. മറുഭാഗത്ത് എന്താണ് കിരണ സാഹചര്യം? കാരണം NDA സഖ്യത്തിൽ സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കിയിരുന്നു. 101 തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ മറ്റോ ഉണ്ടോ? ഇടയ്ക്ക് ഒരു RJD സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എന്നൊക്കെയുള്ള വാർത്ത വന്നിരുന്നു. രഞ്ജിത്ത്, RJD സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി എന്നുള്ളതല്ല, ഔദ്യോഗികമായി പുറത്തു വന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ LJPയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത്. മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ ആ പത്രിക തള്ളിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഇലക്ഷൻ കമ്മീഷൻ ഒരാളുടെ പത്രിക, പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക മാത്രം തള്ളിയ വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും ബീഹാറിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നാണ് മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള മത്സരങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന സൂചനകൾ പോലുമുണ്ട്. പക്ഷേ മഹാസഖ്യവുമായി ബന്ധപ്പെട്ട അത്തരം വാർത്തകൾ സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനം നടത്തേണ്ട സമയത്താണ് ഇത്തരം ആശങ്കകൾ ആ സഖ്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. വലിയ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയ അജണ്ടയായി മഹാസഖ്യം മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലത്തിലാണ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നത് എന്നതും പ്രധാനമാണ്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. UDFന്റെ വിശ്വാസം. ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത് ആരെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. പന്തളത്ത് ആചാര സംരക്ഷണ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു. സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. ദേവസ്വം മന്ത്രിയും ബോർഡും അറിഞ്ഞാണ് എല്ലാം നടന്നത്. പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബന്ധമെന്നും UDFന്റെ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. UDFന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ പരിപാടിയിൽ അണിനിരന്നു. പന്തളത്ത് വലിയ തോതിലുള്ള ഘോഷയാത്ര അടക്കം സംഘടിപ്പിച്ചിരുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ മുൻനിര UDF നേതാക്കളെല്ലാം ഇതിൻ്റെ ഭാഗമായി ലീഗ്, കേരള കോൺഗ്രസ്, ജേക്കബ് അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും ഇതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാണി സി കാപ്പനെയും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വലിയ തോതിൽ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കാൻ തങ്ങളാണ് മുന്നിൽ എന്ന് ഉറപ്പിക്കുകയായിരുന്നു UDF. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങൾ വാക്കാണ്. UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. പ്രധാനപ്പെട്ട ഒരു നിലപാട് UDF പ്രഖ്യാപിക്കുകയാണ്. ആചാര സംരക്ഷണം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. മറ്റൊന്ന്, നേരത്തെ പല ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആചാര സംരക്ഷണത്തിനായി ഇറങ്ങിയ സർക്കാർ ശബരിമല പ്രക്ഷോഭത്തിൽ സംഭവിച്ച നിരവധിയായ കേസുകളുണ്ട്. അത് പിൻവലിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നാണ് സംഘപരിവാർ സംഘടന അടക്കം മുന്നോട്ട് വെച്ച ഒരു ആയുധം ഈ വിഷയത്തിൽ. ഇപ്പോൾ UDF അധികാരത്തിൽ വന്ന് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുകൾ പിൻവലിക്കായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് സതീശൻ. അതുവഴി വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരക്കാട് നിന്ന് പദയാത്രയാണ് നേതാക്കൾ പന്തളത്തേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണാം. എല്ലാ UDF നേതാക്കളും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് വിശ്വാസം സംരക്ഷിക്കാൻ UDF ഇറങ്ങുമ്പോൾ പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. മുരളീധരൻ ആദ്യം പിണങ്ങി, പിന്നീട് മുരളീധരനെ അണിനയിപ്പിച്ചു. പിണക്കം മാറ്റി മുരളീധരൻ എന്നാണ് ഏറ്റവും പുതിയ വിവരം. KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള അതൃപ്തി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടൽ. മുരളീധരനുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തും. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിൽ പ്രതിഷേധം പരസ്യമാക്കിയ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി KPCC നേതൃത്വം ചർച്ച നടത്തും.
KPCC പുനഃസംഘടനയുടെ ഭാഗമായി ജംബോ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ മുതിർന്ന നേതാക്കളടക്കം കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണത്തിന് ആരും തയ്യാറായിട്ടില്ല എങ്കിലും ഹൈക്കമാൻഡ് നേതൃത്വത്തെ ഉൾപ്പെടെ കെ സുധാകരനും കെ മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. അതേസമയം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചതോടെ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പറഞ്ഞത്. എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചു കോൺഗ്രസിൽ എല്ലാവരും ഉണ്ട്, വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിയെ തടഞ്ഞതിനെതിരെയും ചാണ്ടി ഉമ്മനെ KPCCയുടെ പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നതിനെതിരെയും ഓർത്തഡോക്സ് സഭയും നിലപാട് പരസ്യമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇരുവരും അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ മക്കളാണ് എന്നും സഭയുടെ ഭാവി വാഗ്ദാനങ്ങൾ ആണ് ഇരുവരുമെന്നുമായിരുന്നു രണ്ട് മെത്രോപൊലിത്തമാരുടെ പ്രതികരണങ്ങൾ. എന്തായാലും ഓർത്തഡോക്സ് സഭയെ ഉൾപ്പെടെ ഇനി അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് KPCC നേതൃത്വത്തിന് മുമ്പിൽ ഒരു ശ്രമകരമായ ദൌത്യമായി മാറും. അതേസമയം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തർക്കങ്ങളും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് വലിയ തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പുറത്തുവരുന്ന തരത്തിലാണ് കെ മുരളീധരൻ വിശ്വാസ സംഗമത്തിന്റെ സമാപന യാത്രയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതോടെയുണ്ടായ വ്യാഖ്യാനം. അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായി മുരളീധരനെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തും AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയുമായി നിലയുറപ്പിക്കുകയും മറുവശത്ത് ഹൈക്കമാൻഡ് ഏത് നിലപാട് ഇവരെ അനുനയിപ്പിക്കാനായി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് പുനഃസംഘടനയുടെ ബാക്കി പത്രമായി ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC പുനഃസംഘടനയിൽ എതിർപ്പ് തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെ തഴയാം എന്നൊരു ചിന്ത കാണുന്നു. ആർക്കും അടിക്കാവുന്ന ചെണ്ടയല്ല ഓർത്തഡോക്സ് സഭാ അംഗങ്ങൾ. അബിൻ വർക്കിയും ചാണ്ടിയുമ്മനും ഞങ്ങളുടെ യുവതയാണെന്നും കുന്നംകുളം ഭദ്രാസനം അധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത തുറന്നടിച്ചു. എനിക്ക് ഓർപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടി ഉമ്മനുമൊക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതം വെച്ച് കളിക്കാറില്ല. അവരാരും ഞങ്ങൾ ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നവരെ അവർക്ക് നേരെ എന്തും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യം. ഇത്തരമൊരു പ്രതികരണം വന്നത് ചാണ്ടിയുമ്മൻ്റെ എതിർപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ ചാണ്ടിയുമ്മൻ പ്രതികരിച്ചത് ഒരു മനുഷ്യനാണ് താൻ, സാഹചര്യങ്ങളിൽ ചില വിഷമങ്ങൾ വരും, അത് സ്വാഭാവികമായുള്ള കാര്യമാണ് എന്നുള്ള പ്രതികരണമായിരുന്നു. കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ കടുപ്പിച്ച ചാണ്ടിയുമ്മൻ ഇന്ന് അയയുന്ന കാഴ്ചയാണ് കണ്ടത്. പാർട്ടിയാണ് എല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാനത് വ്യക്തമാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കാം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്
എൻ്റെ പ്രസിഡന്റിനോട് എൻ്റെ നേതാക്കൾ ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. അത് ഞാൻ പറയുന്നു. ഇടവേള. വിദ്യാർത്ഥികൾ TC വാങ്ങാൻ തീരുമാനിച്ചിട്ടും അവസാനിക്കാതെ എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. സ്കൂളിലുണ്ടായ ഗുരുതരമായ പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്ന മുസ്ലിം ലീഗ് വിവാദത്തിൽ കക്ഷിയായി. ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അതിന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ന്യൂസ് 18നോട് പ്രതികരണം നടത്തിയത്. അവരുടെ വിമർശനത്തിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് ആ വിമർശനത്തിന് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിലും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നയം അനുസരിച്ചും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല, എന്തിന്റെ പേരിലായിരുന്നാലും. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ബോധപൂർവം സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾ മറയ്ക്കാനായി വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുകയാണ് എന്നാണ്. അതിനിടയിലാണ് മന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം കൂടി രംഗത്തെത്തിയത്. മുൻ മന്ത്രി കൂടിയായ ലീഗിന്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് V ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. ചില ഛിദ്രശക്തികൾ വിഷയത്തിൽ വിവാദമുണ്ടാക്കാനായ ബോധപൂർവമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ലീഗ് ഒരു നിലപാട് ആദ്യം പറയാതെ മൗനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം നിയമം പറഞ്ഞ് ഹിജാബ് വിലക്കാൻ ആകില്ല എന്ന് തന്നെയാണ്. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ അതത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷം കാര്യം മറ്റും ഇതൊക്കെ ഒരു ഗിവൻ ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ നിലപാട് പറയുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് നേതൃത്വം മന്ത്രി V ശിവൻകുട്ടി എടുത്ത നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും മാനേജ്മെന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സ്കൂൾ പ്രതിനിധികളും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടി TC വാങ്ങിക്കൊണ്ട് മറ്റൊരു സ്കൂളിൽ പ്രവേശനം തേടുന്നതിനുള്ള നടപടികളുമായി അതിൻ്റെ രക്ഷകർത്താക്കൾ മുമ്പോട്ട് പോകുന്നതിനാൽ മാത്രമാണ്. ഏതെങ്കിലും വിധേനെ ആ കുട്ടിക്ക് മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നും കൂടി മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്കൂളുകൾ അവിടെ ക്രിസ്ത്യാനി, മുസൽമാൻ, ഹിന്ദു എല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാലയങ്ങളാണ്. പാഠശാലയല്ല സ്കൂളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ അതെല്ലാം തള്ളിക്കളയും. എന്തായാലും ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം ഇതിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോഴും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ് തന്റെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഉറച്ചു നിൽക്കുന്നത്. ലീഗ് അടക്കം മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതേസമയം ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ പോലീസിൽ പരാതി
ഇന്ന് വന്നു. സമൂഹ മാധ്യമത്തിലൂടെ വർഗീയ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി PTA എക്സിക്യൂട്ടീവ് അംഗം ജമീറാണ് പരാതി നൽകിയത്. സ്കൂളിനെതിരെ കേരള മഹല്ല് കൂട്ടായ്മയും രംഗത്തെത്തി. വിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാനത്തെ നിയമങ്ങളെയും വെല്ലുവിളിച്ചുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നീക്കം നല്ലതല്ലെന്ന് കേരള മഹല്ല് കൂട്ടായ്മ സംസ്ഥാന കോർഡിനേറ്റർ TA മുജീബ് റഹ്മാൻ പറഞ്ഞു. സെയിന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു PTA അംഗമായിട്ടുള്ള ജമീർ എന്ന ആൾ. അതായത് ജോഷി കൈതവളപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി സൈബർ പോലീസ് സ്റ്റേഷൻ നൽകിയിരിക്കുന്ന പരാതി ഈ കസബ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് പള്ളുരുത്തി കസബ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ, അതായത് കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആയിട്ടില്ല. എന്നിരുന്നാലും ഈ കാസയുടെ സൈറ്റിൽ വന്നിരുന്ന ഫേസ്ബുക്ക് പേജിൽ വന്നിരുന്ന പോസ്റ്റ്, അതായത് ഈ സെന്റ് റീത്ത സ്കൂളിലെ വിവാദം, ഹിജാബ് വിവാദം, അത് നിരോധിത സംഘടനകളുടെ ഇടപെടൽ മൂലം വീണ്ടും പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നുള്ള കാസയുടെ പേജിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. മറ്റൊരു 2 പോസ്റ്റുകൾ കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിൽ മുഴുവൻ ഇത്തരത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റുകളാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നതെന്നുള്ള ആരോപണമാണ് പ്രധാനമായും പരാതിയിലുള്ളത്. അതേസമയം ഈ സെന്റ് റീത്ത സ്കൂളിനെതിരെ തന്നെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തും അതുപോലെ കേരള മഹല്ല് കൂട്ടായ്മയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അടിസ്ഥാനപരമായി സ്കൂളിൽ മതസൗഹാർദ്ദത്തിൻ്റെ പാഠങ്ങൾ സ്കൂളിൽ നിന്നും പഠിപ്പിക്കണം. ഇത്ര കാലം ഇതിൽ ഇടപെടാതിരുന്നത് മതപരമായ കാര്യങ്ങൾ അനുവദിക്കുന്നതിന് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നിലകൊള്ളുമ്പോൾ എന്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇതിനോട് ഇത്ര വിമുഖത കാണിക്കുന്നത് എന്നുള്ളതായിരുന്നു കേരള മഹല്ല് കൂട്ടായ്മ ചോദിച്ചത്. അങ്ങനെയായിരുന്നു. ഇതിൽ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട, അത് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ദിവസങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായൊരു പ്രതികരണത്തിന് വരാതിരുന്നത്. അതേസമയം സമാന വിഷയങ്ങൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കണ്ടു. അത് പ്രത്യേകിച്ചും ക്രൈസ്തവ മാനേജ്മെൻറ്റ് ഉള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതേ പ്രശ്നം കണ്ടു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പളുടെ ബോഡി ലാംഗ്വേജ് അങ്ങേയറ്റം അപക്വമായിരുന്നു എന്നുള്ള കാര്യവും കേരള മുസ്ലിം ജമാഅത്ത് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിക്കെതിരെ മാധ്യമങ്ങളിലൂടെ നിരന്തരം പരാമർശം നടത്തി കുട്ടി മറ്റൊരിടത്ത് പഠിക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ആ കുട്ടി അത് മാനസികമായി തളർത്തുകയാണ് എന്നും കേരള മുസ്ലിം ജമാഅത്ത് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. Looking stylish, guys. For every style, there is a Celerio. പോറ്റിയുടെ കൂട്ടുകാർ ആരൊക്കെ? ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലെന്ന് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും പോറ്റി ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താനാണ് SITയുടെ നീക്കം. റാന്നി കോടതി 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത്. തുടർന്ന് SP സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളിയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൂഢാലോചന അടക്കം നടന്നിരിക്കുന്നത് ബംഗളൂരുവിലാണെന്നും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന് താൻ മൊഴി നൽകിയത് ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5 അംഗ സംഘം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയ 5 അംഗ സംഘം ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ പരിശോധന അവിടേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം ഈ കേസിൽ പ്രധാനമായി FIRൽ ആദ്യ 1-ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമാണ്. അതിൽ 2 പേർ മാത്രമാണ് നിലവിൽ, അതായത് മൂരാരി ബാബുവും അതോടൊപ്പം സുനിൽകുമാറും മാത്രമാണ് നിലവിൽ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായുള്ളത്. മറ്റുള്ളവർ ജോലി ചെയ്ത്
വിരമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ മൂരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും അടക്കം വിശദമായി ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും. അതിൽ സുനിൽകുമാറിന് ഇത് സ്വർണ്ണപ്പാളിയാണ് എന്നറിയാമായിരുന്നിട്ടും പകരം ചെമ്പ എന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കണ്ടെത്തുക അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ദൌത്യമാണ്. അത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ജീവനക്കാരിലേക്ക് കൂടി അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ വ്യാപിപ്പിക്കുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷമേ 2019 ഭരണസമിതി അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തൂ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോരുടെ വീട്ടിൽ SITയുടെ പരിശോധന നടന്നു ഇന്ന്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായി വരുന്നുണ്ട്. തിരുവനന്തപുരം കാരേറ്റുള്ള വീട്ടിലായിരുന്നു പരിശോധന. രേഖകൾ, മൊബൈൽ, ലാപ്ടോപ്പ് തുടങ്ങിയവ പരിശോധിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി SIT സംഘത്തിന്റെ പരിശോധന വീണ്ടും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഭിലാഷ് ചേരും. അഭിലാഷിലേക്ക് വരാം അല്പസമയത്തിനകം എന്ന് കരുതുന്നു. ഉണ്ണികൃഷ്ണൻ പോരുടെ വീട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. നിരവധി തെളിവുകൾ ശേഖരിച്ചുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ്. അഭിലാഷ് അല്പസമയത്തിനകം വിവരങ്ങൾ തരും എന്ന് പ്രതീക്ഷിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമാണ്. 2014-15 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ 10 വർഷത്തിന് ശേഷവും ക്രമീകരിക്കാനായിട്ടില്ല. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഡിജിറ്റൽ യുഗത്തിലും ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ് രജിസ്റ്ററാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് ഡിജിറ്റലൈസേഷൻ അനിവാര്യമെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. സാമ്പത്തിക ദുർവ്യയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. 2014-15 വർഷത്തെ കണക്കുകൾ 10 വർഷമായിട്ടും ക്രമീകരിക്കാനായിട്ടില്ല. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇനിയും ക്ലിയർ ആക്കാനുണ്ട്. അത് പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും കടലാസ് റെസിപ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിന് ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റലൈസേഷൻ നടത്താതെ തന്നെ ഇത്തരത്തിൽ കടലാസ് രേഖകളാകുമ്പോൾ അതിൽ സാമ്പത്തിക അഴിമതി നടത്താൻ സാധ്യത ഏറെയുണ്ടെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. ഈ മാസം 30-ന് ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഡിറ്റർ കോടതിയിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകളാണ് ക്ലിയർ ആക്കാൻ കഴിയാതിരുന്നത്. അതുമാത്രമല്ല, ഡിജിറ്റൽ യുഗത്തിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ കടലാസ് വൗച്ചറുകൾ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് ഡിജിറ്റലൈസേഷൻ അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ആധുനികവൽക്കരണത്തിന് വിശദ കർമ്മ പദ്ധതി സബ്മിറ്റ് ചെയ്യാനും തയ്യാറാക്കാനും സബ്മിറ്റ് ചെയ്യാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുകയാണ്. ദ്രൗപദി മുർമുവിന്റെ സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനത്ത് ക്രമീകരണം പുരോഗമിക്കുകയാണ്. കർശന സുരക്ഷയാണ് ഒരുക്കുന്നത്. 22-ാം തീയതി വൈകിട്ട് പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചെത്തുന്ന രാഷ്ട്രപതിയെ 18-ാം പടിക്ക് മുകളിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുലാമാസം 1-ാം തീയതിയായ ഇന്ന് കനത്ത തിരക്കും ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴയുണ്ടായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ. പക്ഷേ ആ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു, നല്ല വെയിലിലേക്ക് പോകുന്നു. ഏതായാലും മഴയും വെയിലും ഒന്നും ഭക്തർക്ക് പ്രശ്നമല്ല. മഴയും വെയിലും മാത്രമല്ല, വിവാദങ്ങളുടെ പെരുമഴയും ഈ ശബരിമല മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടേക്ക് ഭക്തർ കൂട്ടത്തോടെ എത്തുകയാണ്. ഈ ദിവസങ്ങളിൽ ഇത്രയധികം തിരക്കുണ്ടാകാൻ ഒരു കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 21-22 തീയതികളിൽ വലിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതുകൂടി മുൻകൂട്ടി കണ്ടാകാം ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. 2-ാം തവണയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നത്. വി ഗിരിയായിരുന്നു ആദ്യം സന്നിധാനത്തെത്തിയ രാഷ്ട്രപതി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് വരികയാണ്. 22-ാം തീയതി അവർ ഇവിടെ എത്തും. കെട്ടുകെട്ടി 18-ാം പടി ചവിട്ടി ആചാരപ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ ചരിത്രം കൂടിയായി മാറും. കാരണം ശബരിമല ഇന്ത്യ ഒട്ടാകെ ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്തർ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന
ഒരു ക്ഷേത്രമാണ്. അവിടെ ഇന്ത്യയുടെ പ്രഥമ പൗര എത്തുമ്പോൾ അതിന് പുതിയ മാനങ്ങളാണ്, വലിയ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും പമ്പയിലേക്കുള്ള വഴിയിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എപ്പോഴും വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ്. മകരവിളക്ക് സീസൺ തൊട്ട് മുമ്പുള്ള മാസത്തെ പൂജ. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ വച്ചിരുന്നു. ഇന്ന് ശബരിമലയിലെയും അതുപോലെ മാളികപ്പുറത്തെയും അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിയുടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. അത്തരം വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ശബരിമലയിൽ. ഇത് ചിത്തിര ആട്ടവിശേഷം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ തിരക്ക് അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. വലിയ രീതിയിൽ ആളുകൾ ഇപ്പോഴും ഒരുപക്ഷെ ഒരു സീസൺ സമയത്തൊക്കെ കാണുന്നതിന് സമാനമായ ഒരു തിരക്ക് 18-ാം പടിക്ക് താഴെ കാണുന്നുണ്ട്. നേരത്തെയൊക്കെ മകരവിളക്ക് സീസണിലാണ് വലിയ രീതിയിൽ തിരക്കുണ്ടാകുന്നത്. മലയാളികൾ മാത്രമായിരുന്നു ഈ മാസപൂജയ്ക്ക് എത്തിക്കൊണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതിലും മാറ്റമുണ്ടാകുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വലിയ ഒഴുക്ക് ഈ മാസപൂജ സമയത്തുമുണ്ട്. പോലീസുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകളെ കടത്തിവിടുന്നത്. വലിയ രീതിയിൽ ആളുകൾ ക്യൂ നിന്ന് മടുത്തൊക്കെ ചാടിക്കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ സംയമനത്തോടു കൂടി പോലീസുകാർ അവരെയൊക്കെ ക്യൂവിൽ നിർത്തുന്നു. ഏതായാലും വലിയ തിരക്കുണ്ട്. മാസപൂജ ആയതുകൊണ്ട് തന്നെ പോലീസുകാരുടെ എണ്ണത്തിലും ഒക്കെ സ്വാഭാവിക കുറവുണ്ടാകും. ഇത്രയൊരു തിരക്ക് പ്രതീക്ഷിച്ചു കാണില്ല. വലിയ ശക്തമായ മഴയുണ്ട്. തുലാമാസമാണ്, മഴയുണ്ട്. വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നട തുറന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയധികം തിരക്ക് ഒരുപക്ഷെ പ്രതീക്ഷിച്ചു കാണില്ല. ഏതായാലും വിവാദങ്ങളും തിരക്കുകളും മറ്റു തർക്കങ്ങളും ഒന്നും ശബരിമലയെയും അയ്യപ്പനെയും ബാധിക്കുന്നില്ല. VS പ്രശാന്ത് പറഞ്ഞതുപോലെ അതൊന്നും ബാധിക്കുന്നില്ല. അയ്യപ്പനോടുള്ള ഭക്തരുടെ ഭക്തി കൂടി വരുന്നു. അവിടെ ശബരിമലയെ അത് ബാധിക്കുന്നില്ല. വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അതുതന്നെയാകും ശബരിമലയിൽ ഉള്ള കാഴ്ച. Looking stylish, guys. For every style, there is a Celerio. NS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവുമായി ഒരു വിഭാഗം. പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആലുവയിൽ നിന്നുള്ള കരയോഗം പ്രസിഡന്റ് അടക്കമുള്ളവരാണ് NSS വിമോചന സമിതി എന്ന പേരിൽ പ്രതിഷേധവുമായി എത്തിയത്. ശബരിമല വിഷയത്തിലടക്കം നിരവധി NSS വിശ്വാസികൾ ഇപ്പോഴും കേസിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. ശബരിമലയിൽ വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ഇതിനൊക്കെ ശേഷവും NSS സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുന്നതിനെതിരെയാണ് ശബരിമല NSS മോചന സമിതി എന്ന പേരിൽ ആലുവയിൽ നിന്നുള്ള ഒരു സംഘം ചങ്ങനാശ്ശേരി NSS ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയത്. 2 കരയോഗം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരാണ് മാർച്ച് നടത്തിയത്. നമുക്കറിയാം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങളും മാർച്ചുകളും ഒക്കെ നടന്നതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കാണ് ചരിത്രത്തിൽ ആദ്യമായി NSS ആസ്ഥാനത്തേക്ക് തന്നെ ഒരു മാർച്ച് നടത്തുന്നു. അവരുടെ ആവശ്യം NSS മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് അനുവദിച്ചിട്ടില്ല, ഇതിന് അനുവാദമില്ല എന്ന് പോലീസ് അറിയിച്ചതോടെ മാർച്ച് NSS ഹിന്ദു കോളേജിന് സമീപം അവസാനിക്കുകയായിരുന്നു. ഇതിനിടെ ചിലർ NSS ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ചിലർ ഇടപെട്ട് ഈ മാർച്ച് തടയാനുള്ള ശ്രമം നടത്തുകയും അവരെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും G. സുകുമാരൻ നായർ അടക്കം ഡയറക്ടർ ബോർഡ് ഒന്നാകെ രാജിവെക്കണം എന്ന ആവശ്യമാണ് ഈ കർമ്മസമിതി മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന, സമുദായത്തെ ജീർണാവസ്ഥയിലേക്ക് എത്തിച്ച ഈ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ NSSന്റെ ഡയറക്ടർ ബോർഡ് ഒന്നടക്കം അടിയന്തരമായി രാജിവെച്ച് പോകണമെന്ന് തന്നെയാണ് കേരളത്തിലെമ്പാടുമുള്ള നായർ സമുദായ അംഗങ്ങളുടെ താല്പര്യം. പക്ഷേ ഇവിടെ ധാർഷ്ട്യത്തോടുകൂടി മറ്റുള്ളവരെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കണ്ണുരുട്ടിയും ഇവിടെ നിലനിൽക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ NSS ആസ്ഥാനത്തിനും സമീപത്തും എല്ലാം വലിയ സുരക്ഷ ഒരുക്കിയിരുന്നു. ഈ ആലുവയിൽ നിന്നുള്ള ഏതാണ്ട് 50-ൽ താഴെ ആളുകൾ, ഏതാണ്ട് 40ഓളം ആളുകളാണ് പരമാവധി ഉണ്ടായിരുന്നത്. അതിന് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തും എന്നുള്ളതായിരുന്നു ഈ കർമ്മസമിതി അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ അത്രത്തോളം ആളുകൾ, ഈ വന്ന ആളുകളല്ലാതെ പുതിയ ആളുകളെ ഒന്നും സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതാദ്യമായി ഇങ്ങനെ പലയിടത്തും സംസ്ഥാനത്തെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ NSS ആസ്ഥാനത്തേക്ക് തന്നെ
ഒരു ചെറിയ സംഘമാണെങ്കിലും പ്രതിഷേധം നടത്തി എന്നുള്ളതാണ് ഈ സമരക്കാരുടെ ഒരു ആത്മവിശ്വാസമായി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും NSSനെതിരെ പലയിടത്തും നടന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ഇപ്പോൾ NSS ആസ്ഥാനത്തേക്കും ഈ ഒരു മാർച്ച് നടന്നിരിക്കുന്നത്. ഇനി മുകളിൽ ഒരാളുണ്ട്. കൂത്തുപറമ്പിൽ വയോധികയുടെ മാല മോഷ്ടിച്ച CPM നഗരസഭാ കൗൺസിലറുടെ വാർത്ത ഇന്ന് വലിയ ചർച്ചയായിരുന്നു. ഇയാൾ അറസ്റ്റിലായി. ഹെൽമെറ്റ് ധരിച്ചെത്തി മാല പൊട്ടിച്ച PP രാജേഷാണ് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പിടിയിലായത്. ഇയാൾ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതുകൂടി ചേർത്ത് വെച്ചാണ് പോലീസിന്റെ അറസ്റ്റും മറ്റും രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മണിയാർ കുന്നിലെ ജാനകിയുടെ സ്വർണ്ണമാല ഇയാൾ പൊട്ടിച്ചത്. ഇയാളെ പാർട്ടി പുറത്താക്കിയ പശ്ചാത്തലം കൂടി ഇന്നൊരുങ്ങിയിരുന്നു. കലിതുള്ളി കാലവർഷം. കാലവർഷമല്ല, ക്ഷമിക്കണം, തുലാവർഷമാണ്. സംസ്ഥാനത്ത് തുലാമഴ ശക്തമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ മഴ ഈ പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട്. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും ശക്തമായി തന്നെ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിശക്തമായ മഴ പല പ്രദേശങ്ങളിൽ പെയ്തു. അനുശ്രീ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അനുശ്രീ, വലിയ മഴയാണ്. 7 ദിവസം കൂടി മഴ നീളുമെന്നാണ് മുന്നറിയിപ്പ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലെ അവസ്ഥ എന്തായിരുന്നു? രഞ്ജിത്ത്, വരും ദിവസങ്ങളിൽ മഴ അതിശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് 4 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലേർട്ട് ഉണ്ടായിരുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലായിരുന്നു. നാളെ 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. വടക്കൻ ജില്ലകളിലേക്ക് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് മാറുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ ഇന്ന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മഴ പെയ്തതുമായി ബന്ധപ്പെട്ട്. നാളെ ഇടുക്കി ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നാളെ മഴയ്ക്കുള്ള സാധ്യതയും വളരെയധികം കുറവായിരിക്കും. ഇന്ന് ഓറഞ്ച് അലേർട്ട് 7 ജില്ലകളിലാണ് ഉണ്ടായിരുന്നത്. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു ഇന്ന് യെല്ലോ അലേർട്ട്. നാളേക്ക് വരുമ്പോൾ അത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലൊക്കെയാണ് നാളെ യെല്ലോ അലേർട്ട് കാണിക്കുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ നാളെ തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകില്ല. വളരെ ചെറിയ രീതിയിലുള്ള മഴയായിരിക്കും അനുഭവപ്പെടുക. ഇടുക്കി ജില്ലയാണ് എടുത്തു പറയേണ്ടത്. ഇടുക്കി ജില്ലയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടടക്കം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊരു ചെറിയ ശമനം നാളത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ അതിശക്തമായ മഴയ്ക്ക് നാളത്തേക്ക് കുറവുണ്ടാകാനുള്ള സാധ്യത. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കെ മുരളീധരൻ അയ്യപ്പ സംരക്ഷണ സംഗമം UDFന്റെ അതിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. മുരളീധരൻ എത്താത്തത് വലിയ വിവാദമായിരുന്നു. അദ്ദേഹം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് 4 പദയാത്രകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു.
അപ്പോൾ ഞാൻ UDF കൺവീനറോട് ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. ഇപ്പോൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കാരണം മെയിൻ ജാഥ കഴിഞ്ഞല്ലോ, ഇന്ന് UDF നേതാക്കളുടെ മാർച്ചല്ലേ, ഇനി എത്തിയില്ലെങ്കിലും നേരത്തെ പറഞ്ഞായി കണക്കാക്കണം എന്ന് സൂചിപ്പിച്ചു. കൺവീനർ അത് പത്രക്കാരോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കാലത്ത് മുതൽ എല്ലാ ചാനലുകളിലും ക്യാപ്റ്റൻ മുങ്ങി. പക്ഷേ ഒരു ഗുണമുണ്ടായി. എൻ്റെ യാത്ര കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചവരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ TV-യിലും കാണിച്ചു. അത് എടുത്ത സമയത്ത് ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ പ്രായശ്ചിത്തമായി കാലത്ത് മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏതായാലും നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു. ഏതായാലും അല്പം വൈകിയ നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യം അടിയോരായിട്ട് പറയുന്നത്, വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണി എന്നും വിശ്വാസികളോടൊപ്പം. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നണി മുന്നോട്ട് പോകും. കോൺഗ്രസ് പാർട്ടിയിലും ജനാധിപത്യ മുന്നണിയിലൊക്കെ നമ്മളൊരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളിലപ്പോൾ അഭിപ്രായങ്ങളിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിച്ച് അതൊന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ UDFൻ്റെ വിജയത്തിന് 1% പോലും ബാധിക്കില്ല എന്ന് അടിയോരായിട്ട് പറയും. ഇന്നത്തെ ഈ പദയാത്രയോടുകൂടി ആദ്യഘട്ടം അവസാനിക്കുക. എന്നാൽ ഇതുകൊണ്ട് കാര്യം അവസാനിക്കില്ല. 2 കാര്യം കൂടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പാർട്ടി മുന്നണി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്നാണ്. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാനലിൽ നമ്മുടെ മന്ത്രി വാസവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് UDF പിന്നെയും സമരം ചെയ്യുന്നത്? ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരോട് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല. പക്ഷേ ഇവരൊക്കെ പിണറായിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അത് മാത്രമല്ല, സത്യസന്ധമായി റിപ്പോർട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു IPS ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകാനുള്ള പെർമിഷൻ പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും ഒപ്പിട്ട് കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന് ഡെപ്യൂട്ടേഷൻ പോകാൻ കഴിഞ്ഞില്ല. IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ അശോക്, അദ്ദേഹം കാർഷിക വക മാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു അപ്രധാന കോർപ്പറേഷൻ്റെ ചെയർമാനും MD-യുമാക്കി. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ MP-യെ തല്ലിയതിന് കോഴിക്കോട് റൂറൽ SP ആയിട്ടുള്ള ബൈജു പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങളൊരിക്കലും ലാത്തി ചാർജ് ഉദ്ദേശിച്ചില്ല, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ചേർന്ന CPM യോഗത്തിൽ ശ്രീ EP ജയരാജനും TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇനി ബൈജുവിനെ പറയാൻ ഡിക്ഷണറിയിലൊന്നും ബാക്കി വച്ചിട്ടില്ല. ഇവിടെയും ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്കല്ല നേരിട്ട് കൊടുക്കുന്നത്, പക്ഷേ ഹൈക്കോടതിക്കാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? തനിക്ക് ഹിതകരമല്ലാത്ത റിപ്പോർട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി ഹൈക്കോടതിക്ക് നൽകുന്നതെങ്കിൽ മറ്റൊരു കേസിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പിണറായി ശിക്ഷിക്കാൻ നോക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം. പക്ഷേ CBIയും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനയച്ച ED നോട്ടീസ് ആവിയായി പോയല്ലോ. CBIക്കാർ വലിയ മോശമൊന്നുമല്ല, കാരണം രണ്ടും തമ്മിൽ രഹസ്യ ബന്ധമാണ്, കേന്ദ്രവും കേരളവുമായിട്ട്. ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം CBI അന്വേഷണം നടത്താൻ. ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ. കെ മുരളീധരൻ വൈകിയാണെങ്കിലും UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കുന്നു. പന്തളത്ത് ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പറഞ്ഞു തീർത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുരളീധരൻ സംസാരിക്കുകയാണ്. ഏതായാലും ന്യൂസ് at 9 അവസാനിപ്പിക്കാൻ സമയമായി. ഇനി പോലീസ് പെട്രോൾ കാണാം.